എന്ന് സംശയിച്ചു നിൽക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ അല്ല അതെന്തും ഞാൻ ഇറക്കി വിട്ടാൽ ഇമ്മീഡിയറ്റ് തിരിച്ച് കയറ്റിയിട്ടുണ്ടാവില്ല. ഗേറ്റ് എക്സാം ഈ വർഷം നടന്ന ഏകദേശം എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്ത അപൂർവ കുട്ടികളിൽ ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത്. IIT ജാം എക്സാമിൽ കെമിസ്ട്രിയിൽ 91 റാങ്ക് വാങ്ങിയ സുഹൈലയാണ്. സുഹൈല ഈ കഴിഞ്ഞ ജാം എക്സാം മാത്രമല്ല TIFR ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നായ TIFR എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗേറ്റ് എക്സാം ഈ വർഷം നടന്ന ഏകദേശം എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്ത അപൂർവ കുട്ടികളിൽ ഒരാളാണ് സുഹൈല. അപ്പൊ എന്തായാലും സുഹൈലയുടെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാകും. ആളെങ്ങനെയാണ് ഈ പറഞ്ഞ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഇതെല്ലാം അപ്കമിങ് സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സുഹൈലയിൽ നിന്നും അറിയാവുന്നതാണ്. സുഹൈല ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. എന്റെ പേര് സുഹൈല ആണ്. ഞാൻ ബ്ലോസം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ബെൻസിലെ ഒരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ ആദ്യം മുതൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ വന്ന സമയത്ത് തന്നെ അവിടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് ഇങ്ങനെ കോച്ചിങ് കൊണ്ടുപോകണമെന്നോ എല്ലാം. സുഹൈൽ ഇവിടെ ഓഫ്ലൈനിൽ വന്ന സമയത്ത് കഴിഞ്ഞ ബാച്ചില് ഫിദ, 70th റാങ്ക് കിട്ടിയ കൃഷ്ണപ്രിയ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ച് അവരൊരു ഏകദേശം 1 മന്തോളം നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചോദിച്ചിരുന്നു എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്, കോച്ചിങ് എങ്ങനെയാണ് കൊണ്ടുപോയത്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അന്ന് തന്നെ ടാർഗറ്റ് വെച്ച് ഒരു 100 ബിലോ റാങ്ക് വേണമെന്നില്ല. അല്ല, 100 ബിലോ ഒന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ വന്ന സമയത്ത് തന്നെ എനിക്ക് ഡിഗ്രി സിലബസ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതൊരു കൺസേൺ ആയിരുന്നു ആ സമയത്ത് വന്ന സമയത്ത്. പക്ഷെ ജാം ക്വാളിഫൈ ആയി എന്നുള്ള കോൺഫിഡൻസിന്റെ ഒരു ഇതിലാണ് അങ്ങോട്ട് വന്നത്. ഓൺഗോയിങ് സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു തേർഡ് ഇയറിൽ. അപ്പൊ ആ തവണ ക്ലിയർ ചെയ്യാൻ പറ്റി. ആ സമയത്ത് സാറ് 100 ബിലോ ടാർഗറ്റ് വെക്കാൻ പറഞ്ഞാലും നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ വരുമ്പോൾ എന്തായിരുന്നു പ്ലാൻ? ഏത് റാങ്ക് ആയിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത്? എന്തായാലും നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ട് വന്നത്. കാരണം ഞാൻ +2 കഴിഞ്ഞ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തതാ. ഓക്കെ. മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെ IITസിലേക്ക് പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ JEE ക്ലിയർ ചെയ്ത് IITസിലേക്ക് പോകുന്നു. ആ സമയത്തൊന്നും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നുള്ള മെന്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെയാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ അവിടുന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് ഡിഗ്രി സിലബസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം 5th 6th സെം ഒക്കെ ആയപ്പോഴാണ് ബെൻസിലിൽ ജോയിൻ ചെയ്യുന്നത്. സാറിന്റെ ഓറിയന്റേഷൻ ക്ലാസ് കേട്ടിട്ടാണ് ബെൻസിലിനെ കുറിച്ച് അറിയുന്നതും അവിടേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞാൻ സെം എക്സാമിന് പോലും അവിടുത്തെ ഇനോർഗാനിക് ക്ലാസ്സുകളും ഓർഗാനിക് ക്ലാസ്സുകളും കണ്ടിട്ടാണ് ഞാൻ സെം എക്സാമിന് പോലും പോയിട്ടുണ്ടായിരുന്നത്. കോളേജിലെ നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിന് വേണ്ടിയിട്ടും ബെൻസിലിന്റെ ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല നോട്ടൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനോർഗാനിക്കിന്റെ. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരിയെങ്കിലും എഴുതാൻ പറ്റിയത്. അല്ലാണ്ട് ഞാൻ കെമിസ്ട്രി സബ്ജക്ട് വൈസ് ഭയങ്കര വീക്കായിരുന്നു ഞാൻ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത സമയത്ത്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ജാമും ഗേറ്റും TIFRും എല്ലാം ഈ ഒരു കോച്ചിങ്ങിന്റെ ഭാഗമായി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മനസ്സിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത്? അവരെല്ലാം കണ്ട സമയത്ത് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പഠിച്ചിട്ട് ഒരു 2-3 വർഷം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അതിന് അവിടുത്തെ സറൗണ്ടിങ് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും സുഹൈല ഒരു നല്ല സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. അതുവരെ ഞാൻ നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ട്. 30 above AATSൽ 30 above വരാനൊക്കെ എല്ലാ എക്സാമിന് 27 ആയിരിക്കും. അടുത്ത എക്സാമിന് ഞാൻ കൂട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടാലും ഒരു 10 മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും അടുത്ത എക്സാമിന് വരിക. പക്ഷെ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഒന്ന് സ്റ്റേബിൾ ആയിരുന്നു. അതന്നെ ഞാൻ പറയുന്നത്. ഞാൻ വരുന്ന സമയത്ത് എന്റെ റൂംമേറ്റ്സ് ആദ്യം തൊട്ടേ നല്ലോണം സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോ ഞങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. 4 പേര് 100 ബിലോ അല്ല 500 ബിലോ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും IIT പോകുന്നവരാണ് റൂമിലുള്ള മെജോറിറ്റി ആളുകൾ. അപ്പൊ അവരൊക്കെ പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് ഇത്ര സീരിയസ് ആയിട്ട് ഇരിക്കണം എന്നുള്ള എല്ലാവരും പഠിക്കും. അത്യാവശ്യം എല്ലാവരും ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന റൂംമേറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഇരിക്കാനുള്ള ഒരു ഫയർ എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ പഠിക്കുന്ന പോലെ കാണാം, രാത്രി ഉറങ്ങുമ്പോഴും പഠിക്കുന്ന പോലെ കാണാം. എല്ലാ സമയത്തും ഇരുന്ന് പഠിക്കുന്ന, ഫുഡ് കഴിച്ച് വന്ന് സംസാരിക്കാൻ പോലും നിൽക്കാണ്ട് ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇരിക്കണം എന്നുള്ള
ആ മെന്റാലിറ്റി എനിക്ക് വന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ചെറിയ ഒരു മടി വന്നാൽ പോലും ആ ഒരു റൂട്ട് മാറില്ല, കാരണം എല്ലാവരും സറൗണ്ടിങ് അല്ലേ, ചുറ്റുമുള്ള എല്ലാവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ, ഞാൻ അത് നല്ലോണം എനിക്ക് പ്രശ്നമായിരുന്നു. കാരണം ഞാൻ എക്സാമിന്റെ ഷെഡ്യൂളിന് മാത്രം പഠിച്ചിരുന്ന ഒരു കൾച്ചറായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. അപ്പം വന്ന സമയത്ത് ഞാൻ ഇത്രയും അവർ സാറ് ഇങ്ങനെ പറയും 13 മണിക്കൂർ പഠിച്ചവരാണ്, കഴിഞ്ഞ പ്രാവശ്യം 14 മണിക്കൂർ പഠിച്ചവരാണ്. എനിക്ക് 3 മണിക്കൂർ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ ഞാൻ നല്ലോണം ഇടങ്ങാറായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും സ്റ്റാർട്ടിങ് സമയത്ത് പിന്നെ അവസാനമായപ്പോഴേക്കും വേറെ ഒന്നുമില്ല. അവസാനമാകുമ്പോൾ പിന്നെ ഒരു 13 പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു വിഷമമുള്ള കാര്യമായിരിക്കും അല്ലേ? പിന്നെ ഞാന് റാങ്ക് 10 ബിലോ വരാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഫസ്റ്റ് റാങ്ക് അടിച്ച്. കൊറേ ATS എഴുതി, കൊറേ യൂണിറ്റ് ടെസ്റ്റ് എഴുതി. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, ഇത് ചെയ്താൽ കിട്ടും എന്നുള്ള, പഠിച്ചാൽ കിട്ടും. പ്രത്യേകിച്ച് എനിക്ക് ഓർഗാനിക് ഭയങ്കര പ്രശ്നമായിരുന്നു വന്ന സമയത്ത്. അപ്പൊ എനിക്കൊന്നും അറിയില്ല, ഓർഗാനിക് ആന്ന് അറിയാം, അല്ലാണ്ട് സാറ് സ്ട്രക്ചർ വരക്കുമ്പോഴോ എന്നോട് സാറ് ഒരു പ്രാവശ്യം ഏതോ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വരക്കാൻ പറ്റാണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ എനിക്ക് വരക്കാൻ പറ്റാണ്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് അന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഞാനിപ്പോ ഓർഗാനിക്കിൽ ഏത് റിയാക്ഷൻ കണ്ടാലും തുടങ്ങി വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പൊ കിട്ടി. അല്ല, ഓർഗാനിക് ക്ലാസ് ഞാൻ ഇറക്കി വിട്ടിരുന്നോ? സാറ് ഏതോ ഒരു വൈവൊക്കെ ഇരുന്നിട്ട് സാറ് സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വരക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഓർഗാനിക് വളരെ സ്മൂത്ത് ആയി. ഇപ്പൊ എനിക്ക് ഓർഗാനിക് ആണ് കമ്പാരിറ്റീവ്ലി ഇഷ്ടം. അപ്പൊ അന്ന് ഞാൻ ഇറക്കി വിട്ടത് ഏതായാലും കുഴപ്പമില്ലല്ലേ? ഓക്കെ ഓക്കെ. അല്ല, അതെന്തും ഞാൻ ഇറക്കി വിട്ടാൽ ഇമ്മീഡിയറ്റ് തന്നെ തിരിച്ച് കയറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും ഓർഗാനിക് ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു സന്തോഷം. ഓക്കെ. എക്സാമിന് അത്യാവശ്യം എഴുതാൻ പറ്റിയോ ഓർഗാനിക്കിൽ നിന്ന്? ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെ TFR അങ്ങനെ പ്രത്യേകമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ജാമിന്റെ ആ സമയത്താണ് പോയി എഴുതിയോ? TFR അവസാന സമയത്ത് ഇന്റർവ്യൂ അടുക്കാനായ സമയത്ത് കുറച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ? പ്രീവിയസ് ഇയർ പോയ ഫിദത്താത്തിനോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മോഡൽ പോലെ എന്തൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നോക്കി. ഓക്കെ ഓക്കെ. എവിടെയാണ് ജോയിൻ ചെയ്യുന്നത് തീരുമാനമായോ? TFR പോസിബിലിറ്റി ഉണ്ട്, ISC കിട്ടാം, മദ്രാസ് കിട്ടാം, ഐസർ കിട്ടാം, എല്ലായിടത്തും കിട്ടാലോ. എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? PhDക്ക് എന്തായാലും നോക്കുന്നില്ല. ഇപ്പൊ ഞാൻ MSc കംപ്ലീറ്റ് 2 ഇയർ MSc. TFRന് പോയത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു TFR ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ? ഇന്റർവ്യൂ ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് MScക്ക് അവിടെ വന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് ആകെ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമല്ലേനു. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് കുറെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവരെങ്ങനെ നമ്മളോട് ചോദിക്കും നിങ്ങളെ റിസർച്ച് ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാന്നൊക്കെ. അവര് ഓൾറെഡി പ്ലാൻഡ് ആണ് ഏതൊക്കെ ടോപ്പിക്. പിന്നെ അവിടുത്തെ ലാബ് അതെല്ലാം വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫാക്കൽറ്റീസ് ആയിട്ട് ഭയങ്കര കൂളാക്കിയിട്ട് നമ്മളെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയല്ല അവര് ചെയ്യുന്നത്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ എന്താണ് ജാം കണ്ടന്റ് ഒക്കെ തന്നെ ആയിരുന്നു അവർ ചോദിച്ചത്? ഓർഗാനിക്കിൽ ഏകദേശം സാറ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പിന്നെ ബയോ റിലേറ്റഡ് ആണോ ചോദിച്ചത്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്? കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഞാന് SOP എഴുതിയിട്ടില്ലേ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബയോളജി കെമിസ്ട്രി റിലേറ്റഡ് ആയിരുന്നല്ലോ. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം TFR കിട്ടിയാലും TFR ചൂസ് ചെയ്യോ, അല്ലെങ്കിൽ മദ്രാസ് ഓർ ISC? ഇപ്പൊ വിചാരിക്കുന്നത് 2 ഇയർ MSc. 2 ഇയർ ആയതുകൊണ്ട്. ഓക്കെ. തിരിച്ച് നിങ്ങൾ കോളേജിലൊക്കെ പോയിരുന്നോ? ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നോ? ഇതൊക്കെ കാരണം MSc കുട്ടികൾ തന്നെ പലപ്പോഴും ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെയാണ്, പ്രയാസം. മീൻസ് നമ്മൾ കാണുന്നില്ല, കുറച്ച് പേരാണ് ക്വാളിഫൈ ചെയ്യാറ്. BSc സമയത്ത് തന്നെ ജാം, TFR, ഗേറ്റും, എന്തായാലും നിങ്ങളുടെ ടീച്ചേഴ്സിന് വളരെ സന്തോഷമായിട്ടുണ്ടാവില്ലേ? നമ്മളെ ക്ലാസ്സിൽ കുറെ പേര് ജാം ക്വാളിഫൈ ആയി. നമ്മളെ കോളേജ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാ. അപ്പം അവിടെ അത്ര ജാം ക്വാളിഫൈഡ് സ്റ്റുഡൻസിന്റെ പൂളൊന്നും അത്ര ഇല്ല. 4 പേര് എല്ലാവർക്കും കിട്ടിയില്ലേ? നമ്മുടെ അടുത്ത് 5 പേര് ജാം വന്നവരൊക്കെ ക്വാളിഫൈഡ് ആണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ടീച്ചേഴ്സ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു 6 to 7 months കോച്ചിങ് പീരീഡ് ലൈഫിൽ? അതൊരു പ്രഷർ നിറഞ്ഞ സമയമായിരുന്നു അല്ലെങ്കിൽ കെമിസ്ട്രി എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നു? ഞാന് ഡിഗ്രി ചെയ്ത സമയത്ത് അവസാനം എത്തിയപ്പോ ഇനി പിടിച്ചു നിന്നേ പറ്റൂ, വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു. അപ്പൊ നല്ലൊരു കോളേജിൽ കിട്ടാനുള്ള സ്കോർ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ സാറിന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് വെറുതെ ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ബെൻസിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ അവസാനം ഇവരെ റിസൾട്ട് എല്ലാം കണ്ടപ്പോ ഞാൻ ശരിക്കും ഭയങ്കര ആഗ്രഹിച്ചിട്ടാ വന്നത്. പിന്നെ ഞാൻ വന്ന സമയത്ത് തന്നെ സാറ് ജാം ക്വാളിഫൈഡ് ആന്ന് പറഞ്ഞപ്പോ തന്നെ സാറ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിച്ചു വന്ന കുട്ടിയാ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും അല്ലേനു. സാറ് ജഡ്ജ് ചെയ്യാണ്ട് നമുക്ക് പറ്റും എന്നുള്ള മെന്റാലിറ്റിയിലാണ് എപ്പോഴും നിന്നേനെ. അപ്പം അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി ഒന്നും ഞാൻ എക്സ്ട്രാ ഒന്നും നോക്കിയിട്ടില്ല. ഇജാസ് സാറിന്റെ ക്ലാസ് മാത്രം. സാറിന്റെ അസൈൻമെന്റും നമ്മുടെ ആപ്പിൽ ഉണ്ടാകുന്ന എക്സാംസിലെ ക്വസ്റ്റ്യൻസും ജാമിന്റെ ഫുൾ PYQയും ഒരു 90% ഗേറ്റിലെ ക്ലാസ് തന്നെ ചെയ്യിച്ചില്ലേ നിങ്ങളോട് PYQ അസൈൻമെന്റ്സ് എല്ലാം? അതൊക്കെ സാറ് ക്ലാസ്സിന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് മുന്നേ സാറ് പറയുന്ന വർക്ക് എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാറ് പിറ്റേ ദിവസം അസൈൻമെന്റ് ചെയ്തു തരാൻ പറഞ്ഞാല് അന്ന് രാത്രി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് കിടക്കുകയുണ്ടായിരുന്നു. എക്സാമിന് മുന്നേ ഒരു മാരത്തോൺ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? രാത്രി 10 മണിക്ക്. രാത്രി 10 മണി വരെ സാറ് PYQ മാത്രം ഡിസ്കസ് ചെയ്തു. ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റാങ്ക് ഒക്കെ സ്കോർ ചെയ്ത്. കാരണം 100 below എന്തൊക്കെ പറഞ്ഞാലും വളരെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണല്ലോ. വളരെ സന്തോഷം. പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ ബെഞ്ചില് കുറെ പേർക്ക് 100 below കിട്ടാൻ കാലിബർ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാരും ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റിലാണ് അവിടെ പഠിച്ചോണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് നല്ല മാർക്ക് വരെ. പക്ഷെ പിന്നെ ആ ഡേ ഉണ്ടല്ലോ, ആ ഡേയില് കുറെ അത് ഓക്കെ. കാരണം നിങ്ങളൊക്കെ കെമിസ്ട്രി പഠിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. റാങ്കിനേക്കാളും നിങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായ എല്ലാ കുട്ടികളും, ഇവൻ ഓൺലൈനിലെ കുട്ടികളൊക്കെ ഒരു നല്ലൊരു എക്സാം എഴുതി പറയാമല്ലോ. നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ കൂടെ എക്സാം എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ റാങ്ക് ഇന്ന് 5 ആണെങ്കിൽ അടുത്ത ദിവസം 15 ആവാം, 25 ആവാം, അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാവരും അത്രയും കോമ്പറ്റീറ്റീവ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാനാണോ അല്ലെങ്കിൽ ജോബ് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ജോബിലേക്ക് മാറാനാണോ? PhD ചെയ്യണമെന്നുണ്ട്. പേരിന്റെ മുന്നിൽ ഡോക്ടർ വരാന്ന് +2 ഉള്ള ആഗ്രഹമായിരുന്നു. പിന്നെ അറിയില്ല MSc കഴിഞ്ഞാൽ എന്താവും അറിയില്ല. ഇപ്പത്തെ മെന്റാലിറ്റി റിസർച്ച് ചെയ്യണം തന്നെയാണ്. റിസർച്ച് നല്ല രീതിയിലൊക്കെ ചെയ്യും. പാരലലി ആ പേരിനുള്ള ഡോക്ടറൊക്കെ വന്നോളൂ. അത് പ്രയോറിറ്റി ഇതിന് കൊടുക്കൂ. നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസ് നടക്കട്ടെ. MSc ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തായാലും അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇപ്പോൾ PhD പറ്റുമെങ്കിൽ പുറത്തു പോകും. അപ്പം ബാക്കിയൊക്കെ പാരലൽ സംഭവിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. വേറെ എന്താണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ജൂനിയർ കുട്ടികളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്തായാലും അവരൊക്കെ സുഹൈലയുടെ വീഡിയോ കാണും. കാരണം ഇത്രയും നല്ല റാങ്ക് അവർ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്തെന്നൊക്കെ അറിയാൻ അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവരുടെ ഒരു ജാം എക്സാം അവർ 1 year ടൈം ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവർക്കുള്ള ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സജഷൻസ് കൊടുക്കാം. ഇപ്പൊ എന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഡിഗ്രിക്ക്. അപ്പം അങ്ങനത്തെ കുറെ പേരുണ്ടാവും, IIT കിട്ടുമോ, ജാം ക്വാളിഫൈ ആവാൻ പറ്റുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണല്ലോ ജാം എക്സാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങള് സാറ് പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയി ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും നല്ല റാങ്കിൽ തന്നെ എത്താൻ പറ്റും. ഓക്കെ. അപ്പം സുഹൈൽ എല്ലാവരും ഹാപ്പി. എനിക്കൊന്ന് ബ്രദർ ഓൾറെഡി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എവിടെയായിരുന്നു? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിന് പോയപ്പോ എന്തായാലും അവിടെ പോയോ? അവരുടെ ക്യാമ്പസിലൊക്കെ പോയോ? അവരുടെ ക്യാമ്പസിൽ ഞാൻ സ്റ്റേ ചെയ്തു. അപ്പൊ ഓക്കെ സുഹൈല, സന്തോഷം നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിലും. എന്തായാലും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഓക്കെ ദെൻ, താങ്ക് യു. താങ്ക് യു സർ.